ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ ഇപ്പോൾ വരക്കുന്ന പോലെയാണോ സ്റ്റാർ വരച്ചുകൊണ്ടിരിക്കുന്നത്? എങ്കിൽ നമുക്കിന്ന് വേറെ രീതിക്ക് വരച്ച് നോക്കാം. ഞാനിപ്പോൾ ഒരു സ്കെയിൽ വെച്ച് അളന്നാണ് വരയ്ക്കുന്നത് കേട്ടോ. ഞാനൊരു 8 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് ലൈൻസ് ഇടുന്നത്. അതിനുശേഷം ഇങ്ങനെ സൈഡിലേക്ക് ഓരോ സെൻറ്റിമീറ്റർ വെച്ച് ലൈൻ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ കാണിക്കുന്ന പോലെ ജോയിൻ ചെയ്ത് വരയ്ക്കാം ഈ ലൈനുകളെല്ലാം. അളവ് പറയുന്നത് കുറച്ചുകൂടി കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എല്ലാം ജോയിൻ ചെയ്ത് വരച്ചതിന് ശേഷം സൈഡിൽ നിന്ന് ഞാനൊരു 3 സെൻറ്റിമീറ്റർ എടുത്തിട്ട് 4 വശത്തേക്കും വരയ്ക്കുന്നുണ്ട്. അതും ഇതേപോലെ യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ സ്റ്റാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു സൈഡ് ഷെയ്ഡ് ചെയ്തെടുക്കാം. ഒരു സൈഡിൽ ബ്ലാക്കും ഒരു സൈഡിൽ പെൻസിൽ ഷെയ്ഡും ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഞാനിപ്പോൾ ഓരോ സൈഡിൽ പെൻസിൽ ഷെയ്ഡ് മാത്രം കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി ഒരു 3D എഫക്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ സിമ്പിളായിട്ട് പെൻസിൽ വെച്ച് മാത്രം ഒന്ന് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട് ഒന്നിടവിട്ടുള്ള കോളങ്ങളിൽ. അപ്പോൾ നമ്മുടെ സ്റ്റാർ സെറ്റായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ ഇപ്പോൾ വരക്കുന്ന പോലെയാണോ സ്റ്റാർ വരച്ചുകൊണ്ടിരിക്കുന്നത്? എങ്കിൽ നമുക്കിന്ന് വേറെ രീതിക്ക് വരച്ച് നോക്കാം. ഞാനിപ്പോൾ ഒരു സ്കെയിൽ വെച്ച് അളന്നാണ് വരയ്ക്കുന്നത് കേട്ടോ. ഞാനൊരു 8 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് ലൈൻസ് ഇടുന്നത്. അതിനുശേഷം ഇങ്ങനെ സൈഡിലേക്ക് ഓരോ സെൻറ്റിമീറ്റർ വെച്ച് ലൈൻ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ കാണിക്കുന്ന പോലെ ജോയിൻ ചെയ്ത് വരയ്ക്കാം ഈ ലൈനുകളെല്ലാം. അളവ് പറയുന്നത് കുറച്ചുകൂടി കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എല്ലാം ജോയിൻ ചെയ്ത് വരച്ചതിന് ശേഷം സൈഡിൽ നിന്ന് ഞാനൊരു 3 സെൻറ്റിമീറ്റർ എടുത്തിട്ട് 4 വശത്തേക്കും വരയ്ക്കുന്നുണ്ട്. അതും ഇതേപോലെ യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ സ്റ്റാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു സൈഡ് ഷെയ്ഡ് ചെയ്തെടുക്കാം. ഒരു സൈഡിൽ ബ്ലാക്കും ഒരു സൈഡിൽ പെൻസിൽ ഷെയ്ഡും ആണെങ്കിൽ